സ്പിരിറ്റ് ഓഫ് കേരള 2024 യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ പായൽകുളങ്ങര അടിപ്പാത എന്നുള്ള പൊതുവായ ആവശ്യത്തിൻ്റെ ശക്തിയെ വിളിച്ചോദിക്കുന്ന തരത്തിൽ നമ്മളിന്ന് 10,000 പേരടങ്ങുന്ന നമ്മുടെ പ്രദേശവാസികളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടർക്ക് നൽകാനായി പുറപ്പെടുന്നതിന് മുമ്പായി ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ സംഘടിപ്പിച്ച കൂട്ട ഉപവാസത്തിൽ ഉണ്ടായ ജനപങ്കാളിത്തത്തിലേക്കായി വലിയ തോതിലുള്ള പങ്കാളിത്തം ഈ സമരങ്ങളിലും ഇനി 23-ാം തീയതി നമ്മൾ സംഘടിപ്പിക്കാനിരിക്കുന്ന ജനകീയ സംഗമത്തിലും ഉണ്ടാവും. അതിലൂടെ തന്നെ നമ്മുടെ ഗൗരവമേറിയ ഈ നമ്മുടെ പ്രദേശത്തെ കെട്ടിയടയ്ക്കപ്പെടുന്ന ഈ ഒരു വലിയ കോട്ടയെ അതിജീവിച്ചുകൊണ്ട് അപ്പുറവും ഇപ്പുറവും കടന്നു പോകാനുള്ളൊരു സാഹചര്യം നമ്മുടെ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ സമരം ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കളക്ടറേറ്റിലേക്ക് പോകാനായിട്ട് എത്തിയിരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷവും നമ്മുടെ ക്ഷേത്ര സംബന്ധമായ വിശ്വാസികളായാലും പള്ളിയിൽ പോകേണ്ട ആളുകളായാലും മറ്റ് പീലിംഗ് മേഖലകളിൽ തൊഴിൽ ചെയ്യേണ്ട ആളുകളായാലും വളരെയേറെ അത്തരം കാര്യങ്ങളിൽ വിഷമിക്കുന്ന ആളുകളാണ്. അപ്പോൾ തൊഴിൽ പോലും ഉപേക്ഷിച്ചുകൊണ്ട് കളക്ടറേറ്റിൽ നിന്ന് നമുക്ക് പലതവണ നിവേദനങ്ങളുമായി ചെന്നിട്ട് യാതൊരുവിധ നീതിയും കളക്ടറുടെ ഭാഗത്തു നിന്ന് ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് നമ്മുടെ വിഷമം ബോധിപ്പിക്കാൻ നമ്മൾ അതിലേക്ക് തയ്യാറെടുക്കുകയാണ്. പുറക്കാട് പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം നേരിൽ കണ്ട് മനസ്സിലാക്കാം. അതിനുവേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ നിൽപ്പ് സമരം സംഘടിപ്പിക്കുന്നത്. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകതകൾ നിറഞ്ഞത് തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് തന്നെ ദേശീയപാതയും ദേശീയ ജലപാതയും കടലും ഇത്ര അടുത്ത് കടന്നു പോകുന്നൊരു പഞ്ചായത്ത് പ്രദേശം വേറെ എങ്ങും തന്നെയില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള പഞ്ചായത്ത് 10 കിലോമീറ്റർ. മറ്റു പഞ്ചായത്തുകൾ ഈ 10 കിലോമീറ്ററിനുള്ളിൽ 2-3 പഞ്ചായത്തുകൾ വരുമ്പോഴാണ് റിബൺ രൂപത്തിൽ തന്നെ ഈ പഞ്ചായത്ത് ഇത്ര ദീർഘമായ നിലയിലേക്ക് ദേശീയപാത അടക്കം കടന്നു പോകുന്നത്. ഈ പഞ്ചായത്ത് പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകത, ദേശീയപാതയും കടലും 25 മീറ്റർ മുതൽ 200 മീറ്റർ വരെയാണ് 10 വാർഡുകൾ. അവിടെയൊക്കെ തന്നെ 1 ലെയർ മുതൽ 6 ലെയർ വരെ വീടുകളുമുണ്ട്. ഇപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞൊരു സുനാമി ദുരന്തം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. സുനാമി ദുരന്തത്തിന് മുന്നോടിയായി കടൽ ഉൾവരിഞ്ഞു പോയതിനു ശേഷമാണ് വലിയ തരത്തിലേക്ക് ഊർജം സംഭരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വെള്ളമെല്ലാം കൂടി സംഭരിച്ചുകൊണ്ട് കരയിലേക്ക് ആഞ്ഞ് അടിച്ചു കയറി വന്നത്. അതാ കടൽ ഉൾവലിഞ്ഞതാണ്. ആ ഒരു ഭീതി ഇപ്പോഴും സുനാമി ദുരന്തം ഓർക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മനസ്സിലുണ്ട്. ആ ഓർമ്മപ്പെടുത്തൽ ഈ പുറക്കാട് പഞ്ചായത്തിൽ ആവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ പുറക്കാട് പഞ്ചായത്തിൽ തോട്ടപ്പള്ളിയിലും പുറക്കാടും 3 തവണയാണ് കടൽ ഉൾവലിഞ്ഞു പോയത്. ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ ചാനലുകളും ഇതൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ ദേശീയപാത തീർക്കുമ്പോൾ ഇവിടെ ദേശീയപാത കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ തന്നെയും വലിയ തരത്തിലേക്ക് 2 പ്രദേശമായി വേർതിരിക്കുന്ന തരത്തിലേക്ക് മതിലുകൾക്ക് തുല്യമായ നിലയിലാണ് ദേശീയപാതയ്ക്ക് ഇരുവശവും വേർതിരിച്ചു വരുന്നിട്ടുള്ളത്. അത് വലിയ തരത്തിലേക്ക് ഈ പഞ്ചായത്തിനെ ബാധിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല.
പുറക്കാട് പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അദ്ദേഹം നേരിൽ കണ്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. നാഷണൽ ഹൈവേയുടെ പണി തുടങ്ങിയിട്ട് 2 വർഷമായിട്ട് വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നേരിട്ട് കാണുന്നതാണ് നമ്മുടെ ഭരണാധികാരികളും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ. ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചുകൊണ്ട് പോകുന്നത് മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ഇപ്പോഴുണ്ടാകുന്ന ഭാവിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിക്കാനാണ് ഞങ്ങളുടെ ഈ നിൽപ്പ് സമരം. അമ്പലപ്പുഴ പ്രദേശത്ത് നാഷണൽ ഹൈവേയുടെ പണി ആരംഭിച്ചതിന് ശേഷം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു, ആലപ്പുഴ ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള പഞ്ചായത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്താണ് പുറക്കാട് പഞ്ചായത്ത്. കാക്കാഴം മേൽപ്പാലത്തിൽ നിന്നും നവരാക്കൽ വരെയുള്ള പ്രദേശത്ത് മേൽപ്പാലം ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് ആദ്യത്തെ DPR വന്നത്. എന്നാൽ കുറച്ചുപേരുടെ ഒരു അപേക്ഷ പ്രകാരം, കുറച്ചുപേരുടെ ഒരു സമ്മർദ്ദ പ്രകാരം ആ DPR ക്യാൻസൽ ചെയ്യുകയും പുതിയ DPR അമ്പലപ്പുഴ പ്രദേശം മുഴുവൻ കെട്ടിയടച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പുതിയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, വലിയ വികസനം പറയുമ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം കാളവണ്ടി യുഗത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള വികസനമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട 1 വർഷത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട കളക്ടർക്ക് നിവേദനം കൊടുക്കുകയും ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും നിവേദനം കൊടുത്ത് ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പ്രാവശ്യം കളക്ടറെ സന്ദർശിക്കുകയും നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായില്ല. ഈ കഴിഞ്ഞ മാസം 24-ാം തീയതി 2000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ദിവസം മുഴുവൻ ആളുകൾ മുഴുവൻ പട്ടിണി കിടന്നുകൊണ്ട് ഒരു ഉപവാസ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷവും ബഹുമാനപ്പെട്ട കളക്ടറെ വന്ന് നമ്മൾ കണ്ടു. അദ്ദേഹം ആ പ്രദേശം ഒന്ന് സന്ദർശിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഇന്ന് വരെ അത് മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കടകൾക്ക് കച്ചവടമില്ലാതായി, ഒരു ഒട്ടനവധി ജീവിതങ്ങളില്ലാതാകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഒരു വീട്ടിലെത്തുവാൻ വേണ്ടി 2 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താവുന്ന ആ ഒരു ദൂരം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 80 രൂപ 90 രൂപ ഓട്ടോറിക്ഷ കൊടുത്ത് സ്വന്തം വീട്ടിലേക്ക് വരേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. 8 കിലോമീറ്റർ 7 കിലോമീറ്റർ സഞ്ചരിച്ച് വീട്ടിലേക്ക് വരേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമരം സംഘടിപ്പിക്കുന്നത്. ഒരു സഹന സമരമാണ് ഞങ്ങൾ ഇതുവരെയും. ആ നാട്ടുകാർ മുഴുവൻ വളരെ പ്രക്ഷുബ്ധരാണ്. എന്നിട്ട് ഞങ്ങൾ ഈ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ ആഹ്വാനപ്രകാരം വളരെ സഹന സമരമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരം കണ്ടില്ല എന്ന് അടിച്ചിട്ട് മുന്നോട്ട് പോയാൽ വലിയ വലിയ സമരങ്ങൾക്ക് ഞങ്ങൾ ഇറങ്ങി പുറപ്പെടേണ്ടി വരും. ഇന്ന് ഇതിനൊരു പരിഹാരം കണ്ട് ഈ ബഹുമാനപ്പെട്ട കളക്ടർ ആ പ്രദേശം സന്ദർശിച്ച് പരിഹാരം കാണുവാനുള്ള ശ്രമം നടത്തിയില്ല എങ്കിൽ ഈ വരുന്ന 23-ാം തീയതി അവിടുത്തെ വർക്ക് തടഞ്ഞുകൊണ്ടുള്ള സമരം സംഘടിപ്പിക്കുവാനായിട്ട് ജനകീയ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ജനകീയ സമിതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മതസംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകൾ, മറ്റ് ദേവാലയങ്ങളുടെ ഭാരവാഹികളൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ജനകീയ സമിതിയാണ്. പായൽക്കുളങ്ങരയിൽ ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രതിഷേധ സമരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജനകീയ സമിതി രൂപീകരിക്കേണ്ടി വന്ന സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ അമ്പലപ്പുഴയിലാണ് ഒരു ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു അടിപ്പാതയുള്ളത്. അതിനുശേഷം പിന്നെ വരുന്നത് 4 കിലോമീറ്ററിന് അപ്പുറമുള്ള പുറക്കാട് ജംഗ്ഷനിലാണ്. എന്നാൽ അതിന് ഇടയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ അതിന് വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാഷണൽ ഹൈവേയുടെ അതോറിറ്റിക്കും അതേപോലെ തന്നെ കളക്ട്രേറ്റിലും നിരവധി തവണയായിട്ട് ഞങ്ങൾ പരാതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ താമസിക്കുന്ന സാധാരണക്കാരായ കർഷക തൊഴിലാളികൾക്കും അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും യാത്ര നിഷേധിച്ചുകൊണ്ടുള്ള രീതിയിലാണ് നാഷണൽ ഹൈവേയുടെ വികസന പരിപാടികളുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
സ്വാഭാവികമായിട്ടും മറ്റുള്ള പഞ്ചായത്തുകളെ അപേക്ഷിച്ച് തീരപ്രദേശത്ത് കൂടി കടന്നു പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് പുറക്കാട് പഞ്ചായത്ത്. നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഒരു പഞ്ചായത്താണ് പുറക്കാട് പഞ്ചായത്ത്. അപ്പോൾ തീരദേശമായിട്ട്, അതായത് കടലുമായിട്ട് വളരെയധികം ഡിസ്റ്റൻസ് ഇല്ലാതെ നാഷണൽ ഹൈവേ കടന്നു പോകുമ്പോൾ ഒരു കടലാക്രമണമോ ഒരു മറ്റുള്ള രീതിയിലുള്ള ഒരു പ്രശ്നമോ കടൽ സംബന്ധിച്ചുണ്ടാകുമ്പോൾ ഈ ആളുകളെല്ലാം ഇപ്പോൾ ഈ പറയുന്ന നാഷണൽ ഹൈവേയിൽ നിർമ്മിച്ചിരിക്കുന്ന ഭിത്തിയിൽ വന്നിടിച്ച് മരണപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് സുനാമി പോലെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായപ്പോൾ എന്താണോ സംഭവിച്ചത് അതിനേക്കാൾ വലിയ തോതിൽ ആളുകൾ മരണപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്നൊന്നും പാസ് ചെയ്ത് പോകത്തക്ക രീതിയിൽ പായൽക്കുളങ്ങര കരൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അടിപ്പാത നിർമ്മിക്കണം എന്നതോ അല്ലെങ്കിൽ മേൽപ്പാത നിർമ്മിക്കണം എന്നതോ അവിടെയുള്ള ഈ പുറക്കാട് പഞ്ചായത്തിലെ ഏറിയ പങ്കും ആളുകളുടെ ഒരു വലിയ ഒരു ആവശ്യമാണ്. ഈ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി പുറക്കാട് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും ജനകീയ സമിതിയും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി അടക്കം നിവേദനങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ അത് ചെയ്യുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് കൂടി പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് വേണം നാഷണൽ ഹൈവേ വികസനം നടത്താൻ എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ കാണാൻ വേണ്ടി ആലപ്പുഴ വന്ന ദിവസമാണ്. കാരണം NH-ഉമായിട്ട് ബന്ധപ്പെട്ട് ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്ന ഒരു കാര്യങ്ങളായിരുന്നു, പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. അടിപ്പാത പായക്കുളങ്ങര പ്രദേശത്ത് അടിപ്പാത ഉണ്ടാകും, കാരണം ആ പ്രദേശത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് അടിപ്പാത ഉണ്ടാകുമെന്നുള്ളൊരു അറിയിപ്പ് ഞങ്ങൾക്കുണ്ടായി. തന്നെയുമല്ല, ദൃശ്യമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടെയൊക്കെ നമുക്കത് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പായക്കുളങ്ങര ശ്രീദേവി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു മഹാക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ പ്രൗഢി ഉയർത്തിക്കൊണ്ട് നിന്ന ഒരു നടപ്പന്തലാണ് നമ്മൾ NH-ൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് നമ്മൾ ചെയ്ത വലിയൊരു പാതകമായി പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് ഇവിടെ ഈ ആലപ്പുഴ കളക്ടറേറ്റിൽ വരേണ്ട ആവശ്യം വരുത്തില്ലായിരുന്നു. ഞങ്ങളത് തടഞ്ഞിരുന്നെങ്കിൽ, അന്ന് ഞങ്ങൾക്ക് ഇതുപോലെ കബളിപ്പിക്കപ്പെടുമെന്നൊരു അറിവുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് അനുവദിക്കത്തില്ലായിരുന്നു, അത് പൊളിക്കാനായിട്ട് അനുവദിക്കത്തില്ലായിരുന്നു. പക്ഷേ പൊളിച്ചതിന് ശേഷമാണ് പിന്നെ മനസ്സിലാകുന്നത്, ഈ ഒരു വർഷക്കാലത്തിന് മുമ്പാണ് ഞങ്ങളിത് മനസ്സിലാക്കിയത്, അടിപ്പാത അവിടെ പായക്കുളങ്ങര ഉണ്ടാകില്ല എന്നുള്ളത്. തീരദേശ റോഡുമായിട്ട് ബന്ധപ്പെട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 300 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഹൈവേയും തീരദേശമായിട്ടുള്ളത്. ഒരു സുനാമി പോലുള്ള ഒരു കടൽക്ഷോഭമോ സുനാമിയോ വന്നു കഴിഞ്ഞാൽ അവർക്ക് റോഡിൻ്റെ കിഴക്കുവശം ഒന്ന് വരണമെങ്കിൽ ഒന്നെങ്കിൽ 2 കിലോമീറ്റർ അമ്പലപ്പുഴ ജംഗ്ഷനിൽ പോകണം, അതല്ലെങ്കിൽ 2.5 കിലോമീറ്റർ പുറക്കാട് ജംഗ്ഷനിൽ പോകണം, എങ്കിലേ അവർക്ക് ഈ റോഡ് മുറിച്ച് കടന്നു വരാൻ പറ്റുള്ളൂ. പുറത്തുവിടാതെ, വളരെ രഹസ്യം ഇപ്പോഴും പുറത്തുവിടാതെ രഹസ്യമായിട്ട് വെച്ചുകൊണ്ട് ജനപ്രതിനിധികളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും എല്ലാം വഞ്ചിച്ചുകൊണ്ട് അവരുടെ എല്ലാം കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുന്നത്. എവിടൊക്കെ അടിപ്പാത വരുന്നു, എവിടൊക്കെ ഉയരപ്പാത വരുന്നു, എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എൻട്രൻസ് ഉള്ളത് ഒന്നും ആർക്കും അറിയത്തില്ല. പണി ചെയ്യുന്നതും അറിയില്ല. അറിയുന്ന ഉദ്യോഗസ്ഥന്മാരെ ഒന്നും പുറത്ത് മുണ്ടിപ്പോകരുതെന്നാണ് നിർദ്ദേശം. ഞാൻ പുറക്കാട് പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പറാണ്. പേര് ശ്രീദേവി.
ഞങ്ങൾ ഈ അടിപ്പാതയായിട്ട് ബന്ധപ്പെട്ട ഒരു നിൽപ്പ് സമരമായിട്ടാണ് ഈ കളക്ട്രേറ്റിൻ്റെ ഭാഗത്ത് വന്നത്. എനിക്ക് പറയാനുള്ളത്, പുറക്കാട് പഞ്ചായത്ത് 9.5 കിലോമീറ്റർ നീളത്തിലുള്ള റിബൺ പോലൊരു പഞ്ചായത്താണ്. അവിടെ അനുഭവിക്കുന്ന അവിടുത്തെ ദുരിതക്കെടുതികൾ, പ്രത്യേകിച്ച് തീരദേശ പഞ്ചായത്ത് ആയതുകൊണ്ട് തീരദേശ കടലും തീരദേശ ഹൈവേയും കൂടെ ഏകദേശം 50 മീറ്ററിൻ്റെ അല്ലെങ്കിൽ 100 മീറ്ററിൻ്റെ വ്യത്യാസമേ പുറക്കാട് പഞ്ചായത്തിനുള്ളൂ. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പണി ദ്രുതഗതിയിൽ നടക്കുക, സുനാമി പോലുള്ള പ്രതിഭാസങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ തന്നെ കള്ളക്കടലെന്ന രീതിയിലാണ് കടൽ കയറുന്നത്. ഇത്തരം ഒരു ദുരന്തം ഉണ്ടായാൽ ഞങ്ങൾക്ക് ഈ ജനങ്ങളെ കൊണ്ടുപോകാൻ യാതൊരു മാർഗവുമില്ല. അവരെ ഒന്ന് അപ്പുറത്തേക്ക് റോഡിന് കിഴക്കേ സൈഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കിലോമീറ്ററുകളോളം പോകേണ്ടതുണ്ട്. കിലോമീറ്ററുകളോളം നടന്നിട്ട് വേണം അപ്പുറത്ത് ചെല്ലാൻ. ഞങ്ങൾ കഴിഞ്ഞ 6 മാസത്തിന് മുൻപ് ഞങ്ങളുടെ നിവേദനം കളക്ടർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പാർലമെൻറ്റ് ഇലക്ഷനായിട്ട് മുൻപ് തന്നെ ഞങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട് പോയി ഞങ്ങളെല്ലാവരും കബളിപ്പിച്ചുകൊണ്ടാണ് ഈ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പാൽക്കുളങ്ങര ഒരു തീരദേശ ഹൈവേയായിട്ട് ബന്ധപ്പെട്ട് അടിപ്പാത ഉണ്ടാകും, അല്ലെങ്കിൽ മേൽപ്പാലം ഉണ്ടാകും എന്നൊക്കെയുള്ള കബളിപ്പിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് ഞങ്ങൾ സത്യസന്ധരായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ കബളിപ്പിക്കുന്ന രീതിയാണ് ഈ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. എൻ്റെ പേര് മുംതാസ് വാഹിദ്. ഞാൻ പുറക്കാട് പഞ്ചായത്തിലെ പായൽക്കുളങ്ങര ക്ഷേത്രത്തിന് കിഴക്കുവശം താമസിക്കുന്ന ഒരു പ്രദേശവാസിയാണ്. നമ്മൾ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് അമ്പലപ്പുഴ പുറക്കാട് ദേശീയപാത, കാരണം ദേശീയപാതയിൽ കിഴക്കുവശം മുഴുവൻ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന, അതായത് പായൽക്കുളങ്ങര അടിപ്പാത വേണം എന്നുള്ള ഒരു ജനകീയ സമരത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മൾ സമരത്തിൻ്റെ പാതയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആവശ്യം, പൊതുജനങ്ങളുടെ ആവശ്യം നമ്മൾ കളക്ട്രേറ്റിലേക്ക് അറിയിക്കുകയാണ്. കാരണം പൊതുജനങ്ങളുടെ ആവശ്യം നിവേദനമായിട്ട് 10,000 പേര് ഒപ്പിട്ട ഒരു നിവേദനമായി സമർപ്പിച്ചിരിക്കുന്നു. പായൽക്കുളങ്ങര അടിപ്പാത എന്ന് പറയുന്നത് നമ്മളുടെ പടിഞ്ഞാറ് പ്രദേശവും കിഴക്ക് പ്രദേശവും തമ്മിൽ വളരെ അടുത്ത് താമസിച്ചിരുന്ന, അല്ലെങ്കിൽ വളരെ അടുത്ത് ജനവാസം വളരെ അടുത്ത്, ക്ഷേത്രത്തിലെ പൂരവും പള്ളിയും ഇതുമെല്ലാം ജനങ്ങൾ വളരെ സമചിത്തതയോടുകൂടി നടത്തിയിരുന്ന, അല്ലെങ്കിൽ അവർ വളരെ സഹകരിച്ച് ജീവിച്ചിരുന്ന ഒരു പ്രദേശത്തെ 2 കരകളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും റോഡ് മുറിച്ചു കിടക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ പരിസരം അല്ലെങ്കിൽ നമ്മളുടെ പ്രദേശം ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മളുടെ പ്രദേശവാസികൾ പരസ്പരം ഒറ്റപ്പെട്ടു പോകാതിരിക്കാനും, നമ്മുടെ പ്രദേശത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് സഞ്ചാര സുഗമമാക്കി തീർക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം നമ്മുടെ സഞ്ചാര സുഗമമാകുകയല്ല, നമ്മൾ ഒത്തിരി ദൂരം ഓടിയതിന് ശേഷമാണ് നമുക്കൊന്ന് യു-ടേൺ എടുത്ത് വരേണ്ടി വരുന്ന ഒരവസ്ഥയുള്ളത്. സാധാരണ ഒരു രോഗിയെ കൊണ്ടുപോകണമെങ്കിലും അവിടെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് നേരിടുകയാണ് ജനങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സമരത്തിലേക്ക്, നമ്മളുടെ ഒരു നിൽപ്പ് സമരമാണ് അത്, 2-2.5 മണിക്കൂർ കേന്ദ്രീകരിച്ചൊരു നിൽപ്പ് സമരം. അതിനുശേഷം സമരത്തിൻ്റെ ഭാവം മാറ്റാൻ, കാരണം പൊതുജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നത് വരെ ജനങ്ങളുടെ സമരത്തിലേക്ക്, ആ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ സ്ത്രീകൾ, കുടുംബശ്രീ പ്രസ്ഥാനം, അല്ലെങ്കിൽ അവിടുത്തെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, അവിടുത്തെ പാർട്ടി, എല്ലാ ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് കൊണ്ടുള്ള ഒരു സമരമാണ്. ആ സമരത്തിൻ്റെ പാതയിൽ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നടത്താം. ദേശീയപാതയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ബാങ്കിൽ നിന്ന് വ്യാവസായികമായൊരു ലോൺ ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ബിസിനസ്സിൻ്റെ വ്യക്തമായ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ആ ലോൺ അവിടെ നിന്ന് പാസ്സാക്കി കിട്ടുകയുള്ളൂ. കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മുടെ സർക്കാരുകൾ ദേശീയപാത വികസിപ്പിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് DPR അത് ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. ഒരു വൻകിട പ്രൊജക്റ്റിലൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ
അവിടെ സാമൂഹിക ആഘാത പഠനവും പാരിസ്ഥിതിക ആഘാത പഠനവും നടത്തേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ പേരിന് വേണ്ടി മാത്രം ഏതോ വടക്കേ ഇന്ത്യക്കാരായ ഏതോ കുറേ ആൾക്കാരെ കൊണ്ട് പേരിന് വേണ്ടി, അതായത് കോടതിയിൽ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു റിപ്പോർട്ട് മാത്രമാണ് അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ റോഡിൻ്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് വിവരാവകാശ നിയമത്തിലൂടെ ആവശ്യപ്പെട്ടിട്ട് പോലും ഇന്നേ വരെ തരാൻ നമ്മുടെ അധികാരികൾ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ ഈ പായൽക്കുളങ്ങര നമ്മുടെ പുറക്കാട് പഞ്ചായത്തിലെ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സുനാമി തിരമാലകൾ വന്നപ്പോൾ നമ്മുടെ അധികാരികൾ നമുക്ക് മുന്നറിയിപ്പ് വന്നപ്പോൾ ആ പടിഞ്ഞാറ് ദേശത്തുള്ള ആളുകളെ മുഴുവൻ സ്വീകരിച്ചത് കിഴക്ക് ദേശത്തുള്ള ആൾക്കാരായിരുന്നു. അവർ സുരക്ഷിതമായിട്ട് അവർക്ക് അവരുടെ വീട്ടിൽ അഭയം നൽകുകയും ആ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയും ചെയ്തു. അതേപോലെ തന്നെ വെള്ളപ്പൊക്കവും മറ്റ് കെടുതികളും ഉണ്ടായപ്പോൾ അതേ ജനങ്ങളെ നമ്മുടെ പടിഞ്ഞാറുള്ള ആളുകളാണ് സംരക്ഷിച്ചത്. ഇത് ആ രണ്ട് വിഭാഗത്തെ ജനങ്ങളെ രണ്ടായിട്ട് നമ്മുടെ നാടിനെ രണ്ട് രാജ്യങ്ങളാക്കി വെട്ടിമുറിച്ചുകൊണ്ടാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം മുമ്പോട്ട് പോകുന്നത്. പുറക്കാട് പഞ്ചായത്തിൽ ഒരു പ്രശ്നങ്ങളുണ്ടായാൽ, അതായത് സുനാമി പോലുള്ള മറ്റ് പ്രശ്നങ്ങളുണ്ടായാൽ ജനങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ രാജ്യത്ത് ആ പുറക്കാട് പഞ്ചായത്തിനെ രണ്ടായിട്ട് വെട്ടിമുറിക്കുന്നൊരവസ്ഥ. അതേപോലെ അമ്പലപ്പുഴ കഴിഞ്ഞാൽ 4 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒരു അടിപ്പാതയുള്ളത്. അത് കഴിഞ്ഞ് 3.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അതിനപ്പുറത്ത് പൊന്തിലൊരു അടിപ്പാതയുള്ളത്. അത് പുറക്കാട് പഞ്ചായത്തിൽ ശരിക്കും പറഞ്ഞാൽ 3 or 4 ഉണ്ടെങ്കിൽ തന്നെയും ശരിക്കും പറഞ്ഞാൽ 2 അടിപ്പാതയേ ഉള്ളൂ. അതുകൊണ്ട് 1 കിലോമീറ്ററിലെങ്കിലും ഒരു അടിപ്പാത നിർബന്ധമായിട്ട് നമുക്ക് വേണം. അതല്ലെങ്കിൽ പുറക്കാട് പഞ്ചായത്ത് മുഴുവൻ മേൽപ്പാലത്തിലൂടെ പോട്ടെ, ഏറ്റെടുക്കപ്പെട്ട സ്ഥലങ്ങൾ നിലനിൽക്കട്ടെ, താഴെക്കൂടെ സർവീസ് റോഡ് പോട്ടെ, മുകളിൽ സ്പീഡ് വേ മുകളിൽ കൂടെ പോകുന്ന രീതിയിൽ ക്രമീകരിക്കണം. അതിന് ജനങ്ങളുടെ സമ്പത്താണിത്. ഇത് ആരുടെയും ഒരു ഉദ്യോഗസ്ഥൻ്റെയും പോക്കറ്റിൽ നിന്ന് എടുത്തു വെക്കുന്ന കാശല്ല. അതുകൊണ്ട് ഇത് ജനങ്ങളുടെ കാശ് കൊണ്ട് നിർമ്മിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന ദേശീയപാതയാവണം. പണമുള്ളവൻ വളരെ സ്പീഡിൽ മുകളിൽ കൂടെ പോകുമ്പോൾ പണമില്ലാത്ത സാധാരണക്കാരായ തദ്ദേശീയവാസികൾ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് സ്വന്തം കുടുംബത്തിലുള്ളവരുടെ വീട്ടിൽ പോകാനോ, ഇല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ പുറക്കാട് പഞ്ചായത്ത് നിൽക്കുന്ന അയ്യങ്കോയ്ക്ക ക്ഷേത്രത്തിന് സമീപമാണ്. ആ അയ്യങ്കോയ്ക്കൽ ക്ഷേത്രത്തിലെത്തേണ്ട ജനങ്ങൾ, കരൂർ പള്ളിയിലെത്തേണ്ട ജനങ്ങൾ, അതേപോലെ തന്നെ വെള്ളാഞ്ഞി മസ്ജിദിലെത്തേണ്ട ജനങ്ങൾ, പായൽക്കുളങ്ങര ക്ഷേത്രം, നവരാക്കൽ ക്ഷേത്രം, മഞ്ചാലുംകാവ് ക്ഷേത്രം, കിഴക്കേ വീട് ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിലേക്ക് ഒക്കെ എത്തേണ്ട, ഈ ആരാധനാലയങ്ങളിലേക്ക് എത്തേണ്ട ജനങ്ങൾ ഒരു ഭാഗത്തും ആരാധനാലയങ്ങൾ മറ്റൊരു ഭാഗത്തുമായിട്ട് നിലകൊള്ളുകയാണ്. അതുകൊണ്ട് അതിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണി ആകുന്ന ഒരു രീതിയിൽ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഇതെല്ലാം ഒരു ഭാഗത്തും, അവിടത്തേക്ക് എത്തേണ്ട ജനങ്ങൾ മറുഭാഗത്തുമായിട്ട് കഴിയുകയാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു വിഷയം കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ, പഴയങ്ങാടി പള്ളിയും റോഡിൻ്റെ പടിഞ്ഞാറ് വശത്ത് സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ ഒരു കീഴ്ഘടകം കരൂർ പള്ളിയുള്ളത് കിഴക്കേ ഭാഗത്താണ്. അതേപോലെ വെള്ളാഞ്ചി പള്ളി കിഴക്കേ ഭാഗത്താണ്, കാക്കാഴം പള്ളി പടിഞ്ഞാറ് ഭാഗത്താണ്. ആ ഭാഗത്തേക്ക് ഒരാൾ മരണപ്പെട്ടാൽ അവരെ കബറടക്കം ചെയ്യാൻ, അവർക്ക് ആ മൃതദേഹത്തിന് ഉള്ള മറ്റ് ചടങ്ങുകൾ നിർവഹിക്കാൻ കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് ആ മൃതദേഹമായിട്ട്, ആ മയ്യത്തുമായിട്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിപ്പാത എന്ന ആവശ്യമായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ഈ കളക്ടർക്ക് നിവേദനം കൊടുത്തു കഴിഞ്ഞു. അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് ഈ പറയപ്പെട്ട ആവശ്യങ്ങൾ നിർവഹിച്ചെന്നതിൽ വളരെ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഞങ്ങളിവിടെ പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ മാർച്ച് സംഘടിപ്പിച്ചത്. എൻ്റെ പേര് സുകുമാരൻ. പായക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ നേരെ കിഴക്കുവശത്താണ് ഞാൻ താമസിക്കുന്നത്. നമ്മുടെ പായക്കുളങ്ങരയുമായി ബന്ധപ്പെട്ട്, ഈ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ഒരു 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്പലപ്പുഴയിലാണ് മേൽപ്പാലം ഒരെണ്ണമുള്ളത്. അത് കഴിഞ്ഞാൽ 4.5 കിലോമീറ്റർ കഴിഞ്ഞ് പുറക്കാട് ആണ് അടുത്ത ഒരു മേൽപ്പാലമുള്ളത്. ഇതിനിടയിലാണ് ഈ പായക്കുളങ്ങര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പായക്കുളങ്ങര ക്ഷേത്രം എന്ന് വെച്ചാൽ പുരാതനം മുതൽ തന്നെ ഉള്ള ഒരു ഉത്സവം എന്ന് വെച്ചാൽ അവിടെ പടയന്, താലപ്പൊലി, പ്രത്യേകിച്ച് അവിടുത്തെ താലപ്പൊലി എന്ന് വെച്ചാൽ കിഴക്കൻ സൈഡിൽ നിന്നും പടിഞ്ഞാറ് സൈഡിൽ നിന്നും ഒരുപാട് താലപ്പൊലികൾ 10 ദിവസവും ഈ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നവരാക്കൽ ക്ഷേത്രം, അവിടെയും നല്ല ആൾക്കാർ കിഴക്കൻ സൈഡിൽ നിന്ന് വരേണ്ടതാണ്. അതുപോലെ തന്നെ അഞ്ചാലുംകാവ്, വെളിയിൽക്കാവ്, അതുപോലെ കിഴക്കേ സൈഡിലുള്ളത് ഒരു 2-3 ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ഒരു പള്ളിയുണ്ട്. ഇതിലേക്കുള്ള എല്ലാ ജനങ്ങളും ആ പായക്കുളങ്ങര തീരത്തൂടെയാണ് അപ്പുറം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇതിനെ ആണ് നമ്മൾ ഈ വൻ മതിൽ കെട്ടി മറച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇപ്പോൾ പറയുന്നത് ഒരു ചെറിയ ഒരു ഓട്ടോറിക്ഷ ഇല്ല ഒരു ചെറിയ കാറ് കുറച്ച് ആൾക്കാർക്ക് പോകുന്ന ഒരു അടിപ്പാത, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല വലിയ പാലമൊന്നുമല്ല. അത് നമുക്ക് ഈ അധികാരികൾ അത് വന്ന് കണ്ട് മനസ്സ് വെച്ച് അതൊന്ന് തരിക. അത് മാത്രമല്ല, ഇവിടെ സംസാരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തീരദേശത്ത് കിടക്കുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പം 2-3 പ്രാവശ്യമായിട്ട് ഈ കടൽ ഉൾവലിഞ്ഞ് ഒരു സുനാമി ഭാവം ഇവിടെ തന്നതാണ്. ഈ ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുവാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. ഈ അടിപ്പാതയിൽ കൂടെ നമുക്ക് അപ്പുറത്ത് കടക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പുറക്കാട് പോകണം, ഇല്ലെങ്കിൽ അമ്പലപ്പുഴ വരണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സ് വെച്ച് ഇതിനൊരു നല്ല ഒരു സമീപനം സ്വീകരിക്കണം എന്ന് മാത്രം പറഞ്ഞിട്ട് നിർത്തുന്നു. ഞാൻ പുറക്കാട് പഞ്ചായത്തിൻ്റെ താമസിക്കുന്ന ഒരു നിവാസിയാണ്. എനിക്കൊരു ഏകദേശം ഒരു 70 വയസ്സിപ്പോൾ എനിക്ക് നിലവിലുണ്ട്. ഞാനിപ്പോൾ പായക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കിഴക്ക് ഭാഗത്തേക്ക് നിന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അത് മൊത്തം വൻ മതിൽ കെട്ടി അടച്ച് മനുഷ്യന് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാക്കിയിരിക്കുകയാണ്. ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഏറ്റവും അത്യാവശ്യം ഒരു അടിപ്പാത നിർബന്ധിതമായിട്ടും അവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. പക്ഷേ അധികാരികൾ അതൊന്നും ഇതേവരെ അതിനെപ്പറ്റി ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഞങ്ങൾ പല പ്രാവശ്യം കളക്ട്രേറ്റിലും അതുപോലെ തന്നെ ഉപവാസ സമരങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും അവർ അതിനെപ്പറ്റി എത്തി നോക്കാനോ ബഹുമാനപ്പെട്ട കളക്ടർ അവിടെ വന്ന് സന്ദർശിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ തീരുമാനമായിട്ടില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു നിപ്പ് സമരം ഇന്നിപ്പോൾ കളക്ട്രേറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിപ്പാത അത്യന്താപേക്ഷിതമാണ്. പായൽക്കുളങ്ങരയ്ക്ക് തെക്കുവശമുള്ള ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. കരൂർ കിഴക്കേ വീട്ടിൽ ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി ദേവി ക്ഷേത്രം. അതിൻ്റെ സെക്രട്ടറി കൂടിയാണ്. നമ്മൾ വളരെ നാളുകളായിട്ട് നമ്മുടെ ഒരു ആഗ്രഹമാണ് അവിടെ ഒരു അടിപ്പാത അല്ലെങ്കിൽ മേൽപ്പാലം വേണമെന്നുള്ളത്. കാരണം ഇപ്പോൾ ആ ക്ഷേത്രം ഒരു കുടുംബ 100-120 അംഗങ്ങൾ ഉള്ള ഒരു കുടുംബങ്ങളുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്ര ദർശനം പോലും തന്നെ ഇപ്പോൾ വളരെ അപ്രാപ്യമായിരിക്കുകയാണ്. കാരണം ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കുമ്പോൾ NH പരിപാടി പൂർത്തീകരിക്കുമ്പോൾ ഏകദേശം ഒരു 4-5 കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്കവിടെ ആ ക്ഷേത്ര ദർശനം തന്നെ സാധ്യമാകത്തുള്ളൂ. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആ ക്ഷേത്ര ദർശനം പോലും നടത്താൻ പറ്റാത്ത പലർക്കും അവിടെ എത്തിപ്പെടാത്തൊരു സ്ഥിതിയാണ് അവിടെ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഈ ഒരു ആവശ്യം, അടിയന്തര ആവശ്യം പരിഗണിച്ച് അവിടെ ഒരു അടിപ്പാത അല്ലെങ്കിൽ ഒരു മേൽപ്പാലം വേണ്ടുന്നതിന് വേണ്ടി അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടിപ്പാതയുടെ സമരത്തിൽ ഞങ്ങളെ തള്ളി വിട്ടവരെ തന്നേ തീരൂ. അടിപ്പാത ഞങ്ങൾക്ക് തന്നേ തീരൂ. അപ്പുറം ഇപ്പുറം ഒന്ന് കടക്കാൻ ബന്ധുജനത്തെ കണ്ടുചിരിക്കാൻ കഴിയാതാകാതെ മതിലുകൾ കെട്ടി ഞങ്ങളെയാകെ ബന്ദികളാക്കി വികസനമെന്നൊരു സൂര്യനെ നൽകി ഒരു കടൽ തിരമാല അടിച്ചു വന്നു കഴിഞ്ഞാൽ നേരെ വരുന്ന ദേശീയപാതയിലേക്ക് തന്നെ വരുന്ന സാഹചര്യമാണ്. വീടുകളെ മുഴുവൻ മുക്കിക്കളയുന്ന സാഹചര്യമാണ്. അത് 9 വാർഡിൽ നേരിട്ട് അനുഭവപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ദുരന്തമുണ്ടായാൽ ഒഴിപ്പിക്കുവാൻ നിലവിൽ ഈ പുറക്കാട് പഞ്ചായത്തിൽ സംവിധാനങ്ങളില്ല. പുറക്കാട് ഒരു ദുരന്തമുണ്ടായാൽ പുറക്കാട് ജംഗ്ഷനിൽ അടിപ്പാതയുണ്ട്. എന്നാൽ പുന്തല ഒരു ദുരന്തമുണ്ടായാൽ ഈ ആളുകൾ ഒഴിപ്പിച്ച് തോട്ടപ്പള്ളിക്ക് കൊണ്ടുപോകണം, ഒറ്റപ്പന. അതല്ലെങ്കിൽ പുറക്കാട് വരണം. കരൂരിലൊരു ദുരന്തമുണ്ടായാൽ നിലവിൽ പുറക്കാട് ജംഗ്ഷനിൽ വരണം. അതല്ല എങ്കിൽ അമ്പലപ്പുഴയ്ക്ക് പോകണം. ഇതിനുള്ളിൽ ഈ തിരമാല കയറി വരുമ്പോഴേക്ക് എങ്ങനെ ആളുകൾ ഒഴിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും? അതുതന്നെയാണ് ഞാൻ പറയുന്നത്. വ്യത്യസ്തമായൊരു പ്രദേശമാണ് ഈ പുറക്കാട് പഞ്ചായത്ത്. നിലവിൽ ഈ ദേശീയപാത രൂപപ്പെടുത്തിയ ആളുകൾ ഈ സുനാമിയും ഈ കടൽ തീരവും ഇനിയും ഒരു ദുരന്തമൊക്കെ തന്നെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഒരു വിലയിരുത്തലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കുകയോ ഇവിടുത്തെ MLAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുള്ളതും ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്.
അതല്ല എങ്കിൽ ഈ അധികാരികൾ പറയട്ടെ, പഞ്ചായത്തുമായി ആലോചിച്ചിരുന്നു, ഇവിടുത്തെ MLA-യുമായി ആലോചിച്ചിരുന്നു എന്നുള്ളത്. യാതൊരു തരത്തിലേക്കുമുള്ള യാതൊരു രേഖകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. അതിനാൽ ഈ പുറക്കാട് പഞ്ചായത്തിലെ ഈ അപകടാവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ 1 കിലോമീറ്ററിൽ ഒരു അടിപ്പാത വേണം. അതല്ലെങ്കിൽ മേൽപ്പാലമാണ് പുറക്കാട് പഞ്ചായത്തിൽ പൂർണ്ണമായും ഉണ്ടാവേണ്ടിയിരുന്നത്. ഇത് വലിയൊരു സ്ഥിതിവിശേഷമാണ്. വരാൻ പോകുന്ന നാളുകളിൽ ഇത്തരമൊരു ദുരന്തമുണ്ടായാൽ തീർച്ചയായും ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു പോകും, യാതൊരു തർക്കവുമില്ല. ഈ കേരളത്തിൽ ഏറ്റവും അവസാനമുണ്ടായ വയനാട്ടിലുണ്ടായ ദുരന്തം ഉറങ്ങിക്കിടന്നപ്പോഴല്ലേ ആളുകൾ അറിഞ്ഞിട്ടുള്ളത്. ആ അറിയിപ്പ് നൽകുന്നതിലോ അതല്ലെങ്കിൽ കൃത്യമായ തരത്തിലേക്ക് അത് വിശകലനം ചെയ്യുന്നതിലോ ഉള്ള പിഴവുകൾ മാത്രമല്ല, ഇനിയും ഇത്തരത്തിലേക്ക് ഉണ്ടാകാൻ പോകുന്നതും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ വലിയ തരത്തിലേക്ക് ശാസ്ത്രത്തെയും അതോടൊപ്പം തന്നെ നമ്മളുടെ മുന്നറിയിപ്പ് സംവിധാനങ്ങളെയും കവച്ചു വയ്ക്കുന്ന തരത്തിലേക്ക് പ്രകൃതിക്കുണ്ടായ മാറ്റങ്ങൾ മൂലം ഏത് സാഹചര്യത്തിലും അപകടമുണ്ടാകും എന്ന് തന്നെയാണ്. അതിനാൽ ഈ പ്രദേശത്തുള്ള പ്രത്യേകത കൊണ്ട് തന്നെയാണ് പറയുന്നത്, പുറക്കാട് പഞ്ചായത്തിൽ അടിപ്പാത അനിവാര്യമാണ്. ഇനിയും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അവിടെ 1.5 കിലോമീറ്റർ 1 കിലോമീറ്ററിൽ അടിപ്പാത കൊടുത്തിട്ടുണ്ട്. ഇവിടെ കരൂരിൽ നിന്നും പുറക്കാട് നിന്നും അമ്പലപ്പുഴയ്ക്കൊരു 4 കിലോമീറ്ററാണ് ദൂരപരിധി. പുറക്കാട് നിന്നും അതുപോലെ തന്നെ ഒറ്റപ്പനയ്ക്ക് 3.5 കിലോമീറ്ററാണ്. അതേപോലെ തന്നെ കൊട്ടാരവളവ് ദൂരപരിധി ഈ 3 കിലോമീറ്ററാണ്. ഇതൊക്കെ തന്നെയും ആ കൊട്ടാരവളവിലെ അണ്ടർപാസ് പുറക്കാട് പഞ്ചായത്തിലുള്ളവർക്കല്ല 90% പ്രയോജനപ്പെടുന്നത്. അത് കരുവാറ്റ നിവാസികൾക്കാണ് പ്രയോജനപ്പെടുന്നത്. അത് കൽപ്പകവാടിയിൽ വരുന്നവർക്കാണ് പ്രയോജനപ്പെടുന്നത്. അതിനാൽ തോട്ടപ്പള്ളി ഹാർബർ ഇവരുടെ രൂപകൽപ്പനയുള്ള വ്യത്യാസമാണ്. ആയിരക്കണക്കിനായ ആളുകൾ പണി ചെയ്യുന്ന വാഹനങ്ങളടക്കം കടന്നു പോകുന്ന തോട്ടപ്പള്ളി ഫിഷറീസ് ഹാർബറിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പോരായ്മ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവരതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ വസ്തുത ബോധ്യപ്പെടുത്തിയിട്ടില്ല, അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ. അതിനാൽ പുറക്കാട് പഞ്ചായത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ അടിപ്പാത ആവശ്യമാണ്. അതിലെത്ര ചിലവ് വന്നാലും സർക്കാരിന് എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാലും അതിന് പണം അനുവദിച്ചു തരാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാവേണ്ടതുണ്ട്. അതിനാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമരസമിതി ആരെ കാണാനും തയ്യാറാണ്. കേരള ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ നടപടികളും നിലപാടുകളും എടുക്കണമെന്നും ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ബോധ്യപ്പെടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെയും അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ MP-യെയും ഒക്കെ തന്നെ ഇടപെടുത്തിക്കുവാൻ സംസാരിക്കുവാൻ ഞങ്ങളുടെ MLA അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആയതിനാൽ വരുന്ന ആളുകളിൽ അടിപ്പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ സമരമുറകൾ തന്നെ സ്വീകരിക്കേണ്ടി വരും. അറസ്റ്റ് വരിക്കേണ്ടി വരും. ഇനി വരുന്ന പണികൾ തടസ്സപ്പെടുത്തേണ്ടി വരും. അതിന് ഞങ്ങൾ തയ്യാറാവുന്ന നിലയിലേക്ക് പോവുകയാണ് എന്ന് തന്നെയാണ് എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്. അതിന് ആവശ്യമായ പിന്തുണ തരണം. ഇന്ന് കളക്ടറേറ്റിൻ്റെ മുന്നിൽ വ്യത്യസ്തമായൊരു നിലയിൽ സമാധാനപരമായി നിൽപ്പ് സമരം നടത്തുകയും ജില്ലാ കളക്ടർ കേന്ദ്ര സംഘത്തോടൊപ്പം പോയതുകൊണ്ട് അദ്ദേഹം ചുമതലപ്പെടുത്തിയ ദേശീയപാത ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ ദിലീപ് സാറ് ഞങ്ങളുടെ നിവേദനം സ്വീകരിക്കുകയും ആവശ്യകത കളക്ടറോട് പറഞ്ഞ് സ്ഥലം സന്ദർശിക്കുന്നതിന് ആവശ്യമായ തരത്തിലേക്കുള്ള ഇടപെടൽ നടത്താമെന്നും അദ്ദേഹവും അറിയിച്ചിട്ടുണ്ട്.